ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എടക്കൽ ഗുഹ അവിടെയുള്ള കാഴ്ചകളാണ്. അവിടേക്ക് പോകുന്നതിന് മുമ്പുള്ള ആദ്യത്തെ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നിട്ട് മുകളിലേക്ക് കയറണം. ഫുട്പാത്താണ്, കുറച്ച് 4 വീലറൊക്കെ പോകുന്ന രൂപത്തിലുള്ള ഫുട്പാത്താണ് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞാണ് കുറച്ചുകൂടി മേലെത്തിയാലാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് മേലെ ഭാഗത്തേക്ക് പോകേണ്ടത്. കയറുന്നത് സീൻ തന്നെയാണ്. ഇവിടുന്ന് മേലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ തുടക്കം സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെ ക്ഷീണിക്കും. അങ്ങനത്തെ ഒരു കയറ്റാണ് തുടക്കം മുതലേ ഉള്ളത്. ഇവിടെ താഴ്ന്ന എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് പോകുന്നതാണ് ബെറ്റർ. കാരണം വെള്ളത്തിനൊക്കെ മുകളിൽ പോയാൽ വെള്ളത്തിന് എന്തായാലും ദാഹിക്കും. ഒരു വട്ടം കയറിയതാണ് ഞാൻ, അപ്പോൾ ഉള്ള അനുഭവമാണത്. വെള്ളം താഴ്ന്ന് മേടിച്ച് പോകുന്നതാണ് ബെറ്റർ. താഴെ ഒരു ബോട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ കൗണ്ടറിൽ ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുത്ത് ബോട്ടിൽ മേലെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ നമുക്ക് വെള്ളം മുകളിലോട്ട് കൊണ്ടുപോകാം. കഴിക്കണമെന്നുണ്ടെങ്കിൽ അതും മേടിക്കാം. പക്ഷേ കൊണ്ടുപോകുന്നതിൻ്റെ വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്നാൽ കുരങ്ങന്മാർ അധികം ഉണ്ട് ഈ ഭാഗത്തൂടെ. അപ്പോൾ അവർ ഈ പാക്കറ്റ് കാണുമ്പോൾ പിന്നാലെ കൂടും. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പിന്നാലെ കൂടും, കുട്ടികൾ പേടിക്കും. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകുന്നത് ഒക്കെ കുറച്ച് സേഫായി കൊണ്ടുപോകുന്നതാണ് ബെറ്റർ. ടിക്കറ്റ് എടുത്ത് മുകളിൽ കയറുന്ന സമയത്ത് ആദ്യത്തെ കുറച്ചൊരു 5 മിനിറ്റോളം കുറച്ച് റിസ്ക്കാണ് മേലെ എത്താൻ. അവിടെ നല്ലൊന്നും സെറ്റപ്പ് ആക്കിയിട്ടില്ല. സാധാ ഈ കല്ല് കൊണ്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അതിലൂടെ കയറുമ്പോൾ എന്തായാലും നല്ല ശ്രദ്ധിച്ച് കയറാൻ പറ്റുകയുള്ളൂ. അത്ര റിസ്ക്കാണ്. കുറച്ചൊരു 5 മിനിറ്റ് പോകുന്ന അത്ര ദൂരെ കുറച്ച് റിസ്ക്കാണ് മുകളിലിട്ട് പോകുന്നത്. ഈ സമയത്ത് ആളുകൾ കുറവാണ്. ചില സമയങ്ങളിലൊക്കെ സ്കൂൾ കുട്ടികൾ, സ്റ്റഡി ടൂർ എന്ന പേരിൽ ഒരുപാട് സ്കൂൾ കുട്ടികൾ, അതുപോലെ വിദേശികൾ, അങ്ങനെ ഒരു സീസൺ തന്നെ ചില സമയത്ത് ഇവിടെ ഉള്ള പോലെയാണ്. അത്രയും ആളുകൾ വരാറുണ്ട്. മുമ്പിൽ പോകുന്ന ആളുകളൊക്കെ കിതച്ച് ഉരലൊക്കെ കൈ വെച്ച് അങ്ങനെ മേലെ നടക്കുന്നുണ്ട്. പ്രായ ആളുകളൊക്കെ വന്നാലാണ് റിസ്ക്. അവരെ കൊണ്ട് ഡെഫിനറ്റായിട്ട് കയറാൻ കഴിയില്ല. സാധാരണ ചെക്കന്മാർ തന്നെ, അല്ലെങ്കിൽ ചെറുപ്രായമുള്ള ആളുകൾ വന്നാൽ തന്നെ ബുദ്ധിമുട്ടാണ് മേലേക്കെത്താൻ. അതിലും പ്രായമുള്ള ആളുകളൊക്കെ വന്നാൽ എന്തായാലും കയറാൻ കഷ്ടം തന്നെ ആയിരിക്കും അവർക്ക്. എന്തായാലും ഒരുപാട് ആളുകൾ കയറുന്നുണ്ട് മേലേക്ക്. ചിലവരൊക്കെ നല്ല ആക്റ്റീവിൽ കയറുന്നുണ്ട്. ഇനി കുറച്ച് മേലെ പോയിരിക്കുമോ എന്നറിയില്ല. മുകളിൽ എത്തുന്നവരെ കയറുന്നത് കുറച്ച് റിസ്ക്കാണ്. അവിടുന്ന് മുകളെ ഭാഗത്തുനിന്ന് കാഴ്ച കണ്ട് ഇറങ്ങി വരുന്നവർക്ക് വരുന്ന സ്ഥലം പോലും ഇല്ല ഇവിടെ. ഒരാൾ 2 ആൾ മാക്സിമം കയറാൻ പറ്റുന്ന സൗകര്യമുള്ളൂ. അതിൻ്റെ ഇടയിൽ മേലിൽ നിന്ന് ആളുകൾ വന്നാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ മേലെത്തിയാൽ ഉള്ള കാഴ്ചകളാണ് ഈ ഉള്ളിലുള്ളത് എന്നാൽ മുകൾ ഭാഗത്തൊരു കല്ല് വന്നിട്ട് ഒരു പ്രാവശ്യം കഴിയുന്നവർ വന്ന് കാണുന്നത് നല്ലതാണ്. ഈ കാഴ്ച അത്ര ഉയരങ്ങളിലാണെങ്കിൽ പോലും മുകളിലെത്തിയാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളുടെ ഒരു സ്ഥലമായിരുന്നു ഇത്. അവർ ഒളിത്താവളം പോലെയൊക്കെ ആയിരിക്കും ഇവിടെ ആദ്യം അവർ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ കല്ലിൽ കുത്തിവെച്ചിരുന്ന ഒരുപാട് കലകളുണ്ട്, ഒരുപാട് കുത്തിവെച്ചിട്ടുണ്ട്. അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു സെക്യൂരിറ്റി, ഒരു പോലീസോ ആരെങ്കിലുമൊക്കെ ഒരാളായിട്ടുണ്ടാവും. പുള്ളി അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞു തരും. കയ്യിലൊരു വടിയും വെച്ച് ഓരോന്ന് കാണിച്ചു തരും. അയാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഇപ്പോൾ കുറച്ചൊക്കെ ഈ കുത്തി വെച്ചതൊന്നും കാണാൻ പറ്റുന്നില്ല. മെയിൻ്റെനൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്.